അല്ല ഗേസ്, അപ്പം നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്നൊരു ഫുൾ വ്ളോഗാണ് ഗേസ്. വേറൊന്നുമല്ല, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പം നമ്മൾ പോണ വഴി കാപ്പിയൊന്നും കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട് കട ഇറങ്ങിയിട്ട് നല്ല ബെറോട്ട ഇറച്ചി വാങ്ങിച്ച് തിന്നിട്ടുണ്ട് ഗേസ്. ഗേസ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരമാണ് ഗേസ് ഇത് ഗേസ്. അപ്പം നമ്മൾ വേറൊരു കാര്യത്തിന് പോവുകയാണ്. അപ്പം എന്തായാലും നമ്മൾ പറയുന്നതിനും നമ്മളോട് കുറച്ച് ചുണ്ടൊക്കെ ക്ലീനൊക്കെ കണ്ടിട്ടുണ്ട് ഗേസ്. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് നമ്മുടെ ഭീമാപ്പള്ളിയിലാണ് ഗേസ്. ഗേസ് അപ്പോൾ നമ്മൾ ഭീമാപ്പള്ളിയിലാണ് വന്നിട്ടുള്ളത്. ഭീമാപ്പള്ളി വന്ന് കുറച്ച് നേരം ഭീമാപ്പള്ളിയിലൊക്കെ നിന്ന് ഗേസ്. ഗേസ് നമ്മൾ ചാനൽ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തേക്കണേ. ഞാനും എൻ്റെ ഇക്കച്ചി എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ വണ്ടിയിലാണ് വന്നത്. അപ്പം നമ്മൾ ഭീമാളി വന്നിട്ട് കുറച്ച് നേരം ഭീമാളിയിൽ നിൽക്കാൻ വിചാരിച്ചു ഗേസ്. അങ്ങനെ ചുമ്മാ ഭീമാളി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നടന്നു. പിന്നെ ഒരു കാര്യം ഗേസ്, ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വന്ന കാര്യം നല്ലപോലെ നടന്നത്. വെള്ളിയാഴ്ചയാണ് നമ്മൾ പള്ളിയിൽ കയറി നമസ്കരിച്ചിട്ടുണ്ട് ഗേസ്. ജുമായൊക്കെ ഉണ്ടായിരുന്നു. ജുമായൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് ഗേസ്. ആ കൊക്കൊക്കെ നമ്മൾ മരത്തിനുണ്ടായിരിക്കുകയാണ് ഗേസ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം നമ്മളത് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയാണ് ഗേസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് നമ്മൾ വെറുതെ ചുമ്മാ കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് ഗേസ്. അപ്പോൾ ആ പള്ളിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ പ്രാവും കൂടൊക്കെ കണ്ട് ഗേസ്. പിന്നെ ഒരു പൂച്ചയാണ്, ഒരു കട ഒരു ഫ്രണ്ട് ഇരിക്കുകയാണ് ഗേസ്. കാണുന്ന കടയാണ് ഗേസ്, ഒരു അത്ര ഇടയാണ്. അപ്പം എൻ്റെ മണ്ടേ ഇരിക്കണം കുഞ്ഞു പൂച്ച. എൻ്റെ കഴുത്തിൽ എന്തോ ഒരു കുണുക്കൊക്കെ കിടക്കൊണ്ട് ഗേസ്. നമ്മൾ വിളിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല. പിന്നെ ആ കടയിലെ മാമ എന്താണെന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം നമ്മളൊരു അവിടെ കടയിൽ വന്ന് നമ്മൾ കുറച്ച് ഊണ് കഴിച്ചിട്ടുണ്ട് ഗേസ്. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഊണ് കഴിക്കാൻ കയറി നമ്മൾ ഊണൊക്കെ കഴിച്ച്. ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗേസ് വേറൊരു കാര്യം ഓർമ്മ ഗേസ്. ഇത് എനിക്ക് എൻ്റെ ഒറ്റ കൈയേ ഉള്ളൂ, രണ്ട് കൈ നമ്മൾ രണ്ടുപേരെന്നാണ് ഗേസ്. അതിനുശേഷം നമ്മൾ ഊണ് കഴിച്ചിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി ഗേസ്. ഊണൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി ഊണായിരുന്നു. ആ മീനാണെങ്കിലും അടിപൊളി മീനായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ലെവലായിരുന്നു ഗേസ്. സത്യം വരെ പറയാതിരിക്കാൻ വയ്യ. നമ്മൾ വേറെ ഒന്നല്ല കഴിച്ചത്. നമ്മളിത് നമ്മുടെ ശംഖുമുഖം ബീച്ചിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു കടയിലാണ് നമ്മൾ കയറിയത് ഗേസ്. അവിടെ ആമയൊക്കെ കണ്ടാൽ ഗേസ്, ആമയൊക്കെ കടയിൽ കിടപ്പുണ്ട് ഗേസ്. അതിനുശേഷം നമ്മളത് അവിടെ തന്നെ ഒന്ന് കറങ്ങാന്ന് വെച്ച് ചുറ്റടിച്ച് കറങ്ങാനാണെങ്കിൽ ഗേസ് ഈ കാണുന്ന പാനിപ്പൂരി കടയിൽ നിന്ന് നമ്മളൊരു പാനിപ്പൂരി ഇങ്ങനെ വാങ്ങുന്നുണ്ട് ഗേസ്. പാനിപ്പൂരി സീൻ ടേസ്റ്റ് ആയിട്ടുണ്ട്. സത്യം ഇത് ഇത്രയും നാളെ ഞാൻ പാനിപ്പൂരി കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ടേസ്റ്റ് പാനിപ്പൂരി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നമ്മളെല്ലാവരുടെ ഗൈഡ് വാങ്ങിച്ച് കഴിച്ച് ഗേസ്. ഗേസ് ആദ്യത്തെ പാനിപ്പൂരി തീർന്ന് രണ്ടാമത്തെ പാനിപ്പൂരി വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് കഴിക്കാമെന്ന് ഗേസ്. ഏകദേശം ഒരെണ്ണോ രണ്ടെണ്ണോ കൊണ്ട് എടുത്ത് കഴിക്കാൻ എൻ്റെ അടുത്ത് മാറ്റി വെച്ച് വീഡിയോ എടുത്തിട്ട് കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ആരൊക്കെയോ കൈ എവിടെ നിന്നൊക്കെയാണ് വരുന്നുണ്ട് സാധനം തീർന്ന് ഗേസ്. പിന്നെ ആ വെള്ളമൊക്കെ എടുത്ത് കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിനുശേഷം നമ്മളിത് അവിടെ വിളിക്കുന്ന ഹെലികോപ്റ്ററൊക്കെ കണ്ട് ഇതൊക്കെ നിങ്ങളും കണ്ടു കാണുമെന്ന് എനിക്കറിയാം. അതിനുശേഷം നമ്മളിതാ ഇവിടെ വന്നിട്ട് നമ്മളിതാ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ചുമ്മാ അങ്ങോട്ടേക്കാണ് നടക്കുന്നതിന് കേസ്. പിന്നെ ഒരു കുറച്ച് കടകളിലൊക്കെ കയറി അവിടെ നിന്ന് കളിപ്പാട്ടുകളും സാധനങ്ങളും എല്ലാം ചുമ്മാ നോക്കി. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ റൂബിക്സ് ക്യൂബ് ആകണമെന്ന് വേണ്ട റൂബിക്സ് ക്യൂബൊക്കെ എടുത്ത് വെച്ച് കറക്കുന്നതുണ്ട്. കടക്കാരൻ പിടിച്ചിട്ട് അടിക്കണമെന്നൊന്നും അറിയത്തില്ല, കാരണം ഫുള്ള് കറക്കി പന്നലാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ശരിയാക്കുമായിരിക്കും കേസ്. അതിനുശേഷം നമ്മളിത് ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ നമ്മൾ ചുമ്മാ രസത്തിനൊന്ന് എടുത്ത് നോക്കി കേസ്. കാണുന്നുണ്ടോ, ഞാൻ ആദ്യം വിചാരിച്ച് വേറെ എന്തോ സാധനം കേസ് ഫാനാണ് കേസ്. പക്ഷെ ഒരു കാര്യമാണ്, ഞാൻ ആദ്യത്തെ ടൈമിന് ഇതെടുത്ത് കറക്കിയപ്പോഴത്തേക്കിന് അതൊന്ന് വെള്ളമൊക്കെയാണ് കേസ് വന്നിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, മഴ പെയ്ത് വെള്ളം കയറി ഇരുന്നതിന്. അതിനുശേഷം നമ്മളിവിടെ നിന്ന് ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ വായി നോക്കി ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ്. നമ്മളെന്തായാലും വിളിച്ച് നോക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീഡിയോ ഒക്കെ മാറ്റുന്ന കേസ്. ഇതാണ് നമ്മൾ പ്രധാന കാരണം. നമ്മൾ എയർപോർട്ടിൽ വരാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഇറങ്ങിയ കേസ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഇക്കച്ചിയാണ്. ഇക്കച്ചി വന്നിട്ട് ഒരേ മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് ഗൾഫിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ കൊണ്ടാക്കാനായിട്ട് വന്നതാണ് കേസ്. രാവിലെ ഒന്ന് കറങ്ങി ചുറ്റി അടിച്ച് ഇതിന് വേണ്ടിയിട്ടാണ് കേസ്. അപ്പോൾ ഇക്കച്ചിയുടെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇക്കച്ചി അകത്തേക്ക് പോകാൻ പോവുകയാണ് കേസ്. അതിനുശേഷം ഇക്കച്ചി അകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇക്കച്ചി അകത്തേക്ക് പോയിട്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഓക്കെ അതിന് ശേഷം നമ്മളും തിരിച്ചെത്തിയിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മളവിടെ നിന്ന് തിരിച്ചപ്പോൾ ഏകദേശം രാത്രി 6:30 മണിയായി കേസ്. അപ്പോൾ എന്തായാലും മുടിഞ്ഞ ട്രാഫിക് ആയിരുന്നു. അടുത്ത വീഡിയോ ഉടനെ വരുന്നവർക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ടാറ്റ.